ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്തു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് SIT ചോദ്യം ചെയ്തത്. മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തു. ഇരുവരും ആരോപണങ്ങൾ നിഷേധിച്ചു. ബോർഡിന്റെ തീരുമാനങ്ങളിൽ താൻ ഇടപെട്ടിട്ടില്ലെന്ന് കടകംപള്ളി മൊഴി നൽകി. സ്വർണം പൂശാനുള്ള ഒരു ഫയൽ നീക്കവും വകുപ്പ് നടത്തിയിട്ടില്ലെന്നും കടകംപള്ളി മൊഴി നൽകി. 2019 ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു, ഞാൻ അവരോട് പറഞ്ഞു. താങ്കളുടെ പേരാണെങ്കിൽ ആദ്യം വരുന്നത്, അതായത് ഒരു പത്മകുമാർ അടക്കമുള്ള പറയുന്നത് താങ്കളുടെ പേരാണ്. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ എന്തെങ്കിലും മറുപടി? വിവരങ്ങളുമായി സിജോ വി ജോൺ, സുനിൽ ഐസക് എന്നിവർ ചേരുകയാണ്. സിജോ വി ജോണിലേക്ക്. സിജോ, അങ്ങനെ ഉന്നതരിലേക്ക് തുടരന്വേഷണം പോവുകയാണ്. കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്തു. കഴിഞ്ഞ ശനിയാഴ്ച ഏതാണ്ട് 3.5 മണിക്കൂറോളം ആ ചോദ്യം ചെയ്യൽ നീണ്ടു എന്നാണ് അറിയുന്നത്. ഈ സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്ത് 2019 കാലത്ത് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. ഈ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട ഫയൽ നീക്കം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ ചോദിച്ചറിഞ്ഞത് SIT? അതുതന്നെയാണ് SIT പ്രധാനമായും ചോദിച്ചറിഞ്ഞത്. ഈ 2019 സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത് അന്ന് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. ഈ കടകംപള്ളി സുരേന്ദ്രന്റെ ഓഫീസിൽ നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ നേരത്തെ പുറത്തു വന്നെന്ന വിവരം. എന്നാൽ ഒരു തരത്തിലുമുള്ള ഇടപെടലും തന്റെ ഓഫീസിൽ നിന്നോ അതല്ലെങ്കിൽ തന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഈ ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ എടുത്ത തീരുമാനം, അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ എടുത്ത തീരുമാനം, അത് ദേവസ്വം ബോർഡ് ഒറ്റയ്ക്കെടുത്തതാണ്. അത് തരത്തിൽ തങ്ങൾക്ക് ഒരു പങ്കില്ല എന്ന് വ്യക്തമാക്കി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ ഒരു സ്പോൺസറാണ്. അങ്ങനെ ഒരു പരിചയം മാത്രമാണ് തനിക്ക് ഉള്ളത്. മറ്റു പലരുടെയും കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടുണ്ട്. വ്യക്തിപരമായ വലിയ അടുപ്പമൊന്നും അദ്ദേഹവുമായില്ല. സാമ്പത്തികപരമായ ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് മൊഴിയായി നൽകുകയും ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം ചെയ്യലെന്ന് പറയുന്നത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ PS പ്രശാന്താണ്. പ്രശാന്തിന്റെ കാലത്ത് ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാനുള്ള തീരുമാനത്തിലേക്ക് വന്നിരുന്നു. അത് പിന്നീട് തിരുത്തി ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത്. ചട്ടവിരുദ്ധമായി നിയമവിരുദ്ധമായി യാതൊരു തരത്തിലുള്ള ഇടപെടലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുകൂലമായി തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് PS പ്രശാന്തും മൊഴി നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇവരുടെ മൊഴി വിശദമായി അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ഇവർക്കെതിരെ നേരത്തെ പുറത്തു വന്നിരുന്ന ചില വിവരങ്ങളുണ്ട്. അതും കൂടി അന്വേഷണ സംഘം ഇപ്പോൾ വിശദമായി വീണ്ടും പരിശോധിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ തെളിവ് ലഭിക്കുകയാണെങ്കിൽ ഇരുവരെയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇമ്മീഡിയറ്റ്ലി അതൊരു അറസ്റ്റിലേക്ക് നീങ്ങത്തക്ക തരത്തിലുള്ള ഒരു തെളിവുകളും ലഭ്യമായിട്ടില്ല. അതുകൊണ്ടാണ് ഇരുവരെയും ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയക്കുകയും ചെയ്തത്. വിട്ടയച്ചിട്ടുണ്ടെങ്കിൽ പോലും രണ്ടുപേരെയും പൂർണ്ണമായും കുറ്റമുക്തരാണ്, അല്ലെങ്കിൽ അവരെ പൂർണ്ണമായും ഒഴിവാക്കിയെന്നുള്ളതല്ല പറയുക. പക്ഷേ ഈ കൂടുതൽ തെളിവുകൾ പരിശോധിക്കും. അതിനുശേഷമായിരിക്കും ഈ കാര്യങ്ങളൊന്നും താൻ അറിഞ്ഞില്ല, യാതൊരു ഫയൽ നീക്കം വകുപ്പിൽ നടന്നിട്ടില്ല എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നു. പക്ഷേ നോക്കൂ, ഇത്രയധികം വലിയ ക്രമക്കേടും കൊള്ളയും ശബരിമലയിൽ നടന്നിട്ട് വകുപ്പ് മന്ത്രി അത് അറിയാതെ പോയി എന്നുള്ളത് വലിയ ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നത് തന്നെയാണ്. കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ അത് പൂർണ്ണതോതിൽ തന്നെ വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ SIT? അത് പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കുന്നില്ല. എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്ന് SIT സംഘം പരിശോധിച്ച് വരികയും ചെയ്യുകയാണ്. പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന അതിന്റെ സംവിധാനമാണ്. അത് സെപ്പറേറ്റ് ഒരു ഇൻഡിപെൻഡന്റ്ലി നിൽക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അതിന്റെ കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ സർക്കാർ നടത്താറില്ല, ദേവസ്വം വകുപ്പ് നടത്താറില്ല. ദേവസ്വം വകുപ്പ് ആദ്യം മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ശബരിമല മണ്ഡലകാല സമയത്തൊക്കെ വരുമ്പോൾ അതിനു വേണ്ടിയിട്ട് ഭക്തജനങ്ങൾക്ക് വേണ്ടി സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക, ശബരിമലയുടെ മറ്റു കാര്യങ്ങൾ ഏർപ്പെടുത്തുക, അത്തരം കാര്യങ്ങളിലേക്കാണ് പോവുകയുള്ളൂ. അല്ലാതെ വിശ്വാസപരമായ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ സ്വർണ്ണപ്പാളികൾ ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയും ഒക്കെ കൊണ്ടുപോകുന്നതിലോ അത് കൊടുത്തുവിടുന്നതിലോ തരത്തിലോ സർക്കാരിന്റെ തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല, ഇനി നടത്തുകയില്ല എന്നുള്ള കാര്യമാണ് അവർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത്. എന്നാലും അത് എത്രത്തോളം കാര്യമുണ്ട് എന്നുള്ളത് കണ്ടെത്തേണ്ടത് അന്വേഷണ സംഘമാണ്. നേരത്തെ ചില മൊഴികൾ ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്നിരുന്നു, അല്ലെങ്കിൽ മന്ത്രിയുടെ ഓഫീസിൽ ഇടപെട്ടിരുന്നു സംബന്ധിച്ച ചില മൊഴികളുടെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ എത്രത്തോളം വസ്തുതയുണ്ടെന്നാണ് അന്വേഷണ സംഘം നിലവിൽ പരിശോധിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വേഗത്തിലുള്ള അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം ഇപ്പോൾ കടക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കടകംപള്ളിക്കെതിരായ മൊഴി അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും ഒക്കെ ഈ കടകംപള്ളിയിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ SITക്ക്?
നേരത്തെ അത് സംബന്ധിച്ച് ചില മൊഴിയുടെ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. റിമാൻഡ് റിപ്പോർട്ടിലോ മറ്റു റിപ്പോർട്ടുകളിലോ ഒന്നും ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ അന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. ഇതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യമായിട്ട് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുക്കുന്നത് ദേവസ്വം വകുപ്പിനാണ്. ആ ദേവസ്വം വകുപ്പ് അത് പിന്നെ ദേവസ്വം ബോർഡിന്റെ കൈമാറുകയായിരുന്നു എന്നുള്ളതാണ് അന്ന് വന്നിരുന്ന വിവരങ്ങൾ. പക്ഷെ ആ കാര്യങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് കടകംപള്ളി ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു ഫയൽ നീക്കവും തൻ്റെ ഓഫീസിൽ നടത്തിയിട്ടില്ല. കാരണം ദേവസ്വം ബോർഡ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇതിൽ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്ന കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന ദേവസ്വം ബോർഡാണ് തീരുമാനമെടുക്കുന്നത്. അതല്ലാതെ സർക്കാരിൻ്റെ യാതൊരു തരത്തിലുള്ള ഇടപെടലില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇനി കണ്ടെത്തേണ്ടത് കൂടുതൽ അങ്ങനെ കാര്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. ചില മൊഴിയുടെ വിശദാംശങ്ങൾ, വിവരങ്ങൾ എന്ന നിലയിലാണ്, മൊഴി എന്ന നിലയിലാണ് കുറച്ച് വിവരങ്ങൾ നേരത്തെ പുറത്തു വരികയും ചെയ്തിരുന്നത്. പക്ഷേ അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിൽ ഒരു തെളിവ് അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ കാര്യമായിട്ടില്ല എന്നുള്ളതാണ്. എങ്കിലും അത് അന്വേഷണ സംഘം പരിശോധിച്ച് വരികയാണ്. ശരി സിജോ.